ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ആദ്യത്തെ കാര്യം ഇന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിനെ കുറിച്ചാണ്. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. പക്ഷേ ആ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പഴയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളോട് നന്ദി പറയാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം, ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, എൻ്റെ വർക്ക് എന്ന് പറയുന്നത് കൂടുതലും യാത്രയായിരിക്കും. സോ യാത്ര ഉള്ളപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര 2-3 ക്യാമറയൊക്കെ മിക്സ് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയുള്ള ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് എനിക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ ഈസിയാണ്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല, എനിക്ക് ഷൂട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഡെസ്കിൽ ഇരുന്നിട്ട് തന്നെയാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. നോർമലി അങ്ങനെയല്ല, നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വേറെ റൂമിലേക്ക് പോകാമെന്ന് പറയാം, അതിൻ്റെതായിട്ടുള്ള മടി കൂടുതലാണ്. പക്ഷേ ഇതെന്തായാലും ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഹാപ്പിയാണ്. അപ്പോൾ കുറേ പേര് പോസിറ്റീവായിട്ടുള്ള റീപ്ലൈ പറഞ്ഞു, കുറേ പേര് നെഗറ്റീവായിട്ടുള്ള റീപ്ലൈ പറഞ്ഞു ഈ ഒരു സെറ്റപ്പിനെ കുറിച്ച്. പക്ഷേ കൂടുതലും പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള, കാരണം എന്തെങ്കിലും പ്രോൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം അറിഞ്ഞാൽ മതി എന്ന് പറയുന്ന കുറേ പേരുണ്ട്. സോ അങ്ങനെ ഞാനും ചിന്തിച്ച് നോക്കുമ്പോൾ ഇതാണ് എനിക്ക് നല്ലതെന്ന് തോന്നി. ഇതാവുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും സാധിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ അടുത്തൊരു ഉദ്ദേശം എന്ന് പറയുന്നത്, എനിക്കെപ്പോഴും പഠിക്കുക, ഞാൻ എപ്പോഴും ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വീഡിയോ ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കുറേ പേര് ഞാൻ ചെയ്യുന്ന ചില വീഡിയോയിൽ ചില തെറ്റുകളൊക്കെ തിരുത്തുമ്പോൾ ഞാൻ ഒന്നും കൂടി അത് റിസർച്ച് ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ടൊക്കെ എനിക്ക് അവസരം ലഭിക്കാറുണ്ട്. അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചൂണ്ടിക്കാണിക്കണം, അപ്പോഴാണ് എനിക്കും ബെറ്റർ ആവാനായിട്ട് സാധിക്കുള്ളൂ. ഇന്ന് ഞാൻ പറയാൻ വന്ന അടുത്തൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ചൈനീസ് മാനുഫാക്ചേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയാനാണ്. ചൈന ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചില്ലറ ഡെവലപ്മെൻ്റ് അല്ല അവർ നടത്തിയിരിക്കുന്നത്. അവരുടെ ഏതൊരു മേഖല നിങ്ങൾ എടുത്തു നോക്കിക്കോ, ചൈന എന്ന് പറയുന്നത് വേറെ ലെവലിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ചൈന എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ പതുക്കെ മാറിത്തുടങ്ങി എന്ന് പറയുമ്പോൾ ചൈനയെ ഇപ്പോൾ ആളുകൾ കാണുന്നത് ജർമ്മനും അതുപോലെ തന്നെ ജാപ്പനീസ് ടെക്നോളജി, ജർമ്മൻ ടെക്നോളജി പോലെയൊക്കെ ആളുകൾ കണ്ടു തുടങ്ങി. പണ്ട് ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആർക്കും ട്രസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു റിലയബിലിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ആ റിലയബിലിറ്റി ആണെന്നുണ്ടെങ്കിലും ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഏതൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ജർമ്മനിയായിട്ടും ജാപ്പനീസിനായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന രീതിയിൽ ചൈന വളർന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് മാനുഫാക്ചേഴ്സ്, ഓട്ടോമോട്ടീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാനുഫാക്ചേഴ്സ് ഇനിയും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോഴും പല ചൈനീസ് മാനുഫാക്ചേഴ്സും ഇന്ത്യയിലേക്ക് വരാതിരിക്കുന്നത് പല രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും പല ബ്രാൻഡുകളും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അത് മുൻപ് വന്നിട്ടുള്ള കുറേ ലൊട്ടിലൊടുക്ക് ബ്രാൻഡ് അല്ലാതെ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ ബ്രാൻഡ് തന്നെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു, CF മോട്ടോ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു എക്സാമ്പിളാണ്. CF മോട്ടോ 3 ചാമ്പ്യൻഷിപ്പ് അടിച്ചു എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. ഇനി അതിൽ കൂടുതൽ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ റീലിലാണെങ്കിലും യൂട്യൂബിലാണെന്നുള്ളൊക്കെ ഐഷോ സ്പീഡിൻ്റെ ചില വീഡിയോസ് കാണാറുണ്ട്. ഐഷോ സ്പീഡ് ചൈനയിൽ പോയ വീഡിയോസൊക്കെ. സോ ചൈനയിൽ പോയ ആ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെയുള്ള ടെക്നോളജീസ് ചൈനക്കാർ കുറേ എടുത്ത് ഐഷോ സ്പീഡിനെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഇത് റിയലായിട്ട് അയാൾ പ്രൊമോട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അയാൾ ഏതൊരു രാജ്യത്തിൽ പോയാലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കമ്പയർ ടു ഞാൻ ഈ പറയുന്ന പോലെ ഫുള്ളായിട്ട് ആളെ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എന്നിരുന്നാലും നമ്മുടെ ഫീൽഡിൽ വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു രാജ്യത്തിൽ പോയിട്ട് ഐഷോ സ്പീഡ് കാണിക്കുന്ന കാര്യങ്ങളെക്കാൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ടെക്നോളജിയാണ് എന്നുള്ള ഒരു കാര്യം എനിക്ക് തോന്നി. പിന്നെ ഐഷോ സ്പീഡ് എന്ന് പറയുമ്പോൾ ഓൾ അറൗണ്ട് ദ വേൾഡ് തന്നെ റീച്ച് ഉള്ള ഒരാളാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാവ്.